ഓം ശാന്തി. നമ്മുടെ രാമായണ മാസം ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരു 2-3 ദിവസം മാത്രമാണുള്ളത്. അപ്പം എല്ലാവരും വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച് രാമായണ പാരായണങ്ങളൊക്കെ ചെയ്ത് രാമായണ മാസം ആഘോഷിക്കുകയാണ് ശരിക്കും. പക്ഷേ രാമായണത്തിൻ്റെ ആധ്യാത്മിക രഹസ്യം എന്താണ്? നമ്മൾ ഒരു മാസമാണ് അത് വായിക്കാൻ എടുക്കുന്നത്. രാമനും സീതയും ലക്ഷ്മണനും അല്ലേ, ദശരഥ മഹാരാജാവും അവരുടെ പത്നിമാരും, അങ്ങനെ ഒരുപാട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിലെ കഥയ്ക്ക് രസം കൂട്ടുന്നത് രാവണനാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. അങ്ങനെയുള്ള കഥകൾ നമ്മൾ നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്, പക്ഷെ അത്ഭുതവും തോന്നുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ രാവണൻ ആരാണ്? രാമനും സീതയും ആരാണ്? ത്രേതായുഗത്തിലാണ് ശ്രീരാമനും ശ്രീ സീതയും അല്ലേ രാജാവും റാണിയുമായിട്ട് രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ സൃഷ്ടിയാകുന്ന ചക്രം, സൃഷ്ടിചക്രത്തിൽ നോക്കിയാൽ, യുഗങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ത്രേതായുഗത്തിൽ ശ്രീരാമനും ശ്രീ സീതയും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, രാമായണത്തിൽ സീത രാമൻ്റെ കൂടെ വനവാസത്തിന് വരികയാണ്. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു. അതുവരേക്ക് വലിയ കഥകളൊന്നുമില്ല. അതിന് ശേഷമാണ് കൂടുതൽ കഥകൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ശ്രീരാമൻ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ സീത പറയും, ഞാനും വരുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയും, വേണ്ട, കാരണം നീ ഇത്രയും സുഖമായിട്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്ന രാജകുമാരിയാണല്ലോ. അപ്പോൾ കാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സുഖവും സൗകര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ തൻ്റെ പതിയോടൊപ്പം സീത യാത്ര തിരിക്കുകയാണ്. എല്ലാ സുഖങ്ങളും, അതായത് എല്ലാ സുഖങ്ങളും എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളെല്ലാം ത്യാഗം ചെയ്ത് തൻ്റെ പതിയുടെ കൂടെ പോവുകയാണ്. അങ്ങനെ അവർ വനവാസം ആരംഭിക്കുകയാണ്. അപ്പം അതിൽ രാമൻ്റെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. രാമൻ്റെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. അപ്പം അതിൽ രാമൻ കുറ്റക്കാരനാണോ അതോ സീതയാണോ കുറ്റക്കാരി? അതോ ഇനി വേറെ ആരെങ്കിലും ആണോ? ലക്ഷ്മണൻ്റെ കുറ്റമാണോ? നമ്മളതൊന്ന് നോക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ആരാണ് തെറ്റുകാരൻ? ആരാണ് തെറ്റുകാരൻ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിച്ചറിയാം ആരാണ് തെറ്റുകാരൻ.
അതായത് സീത എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ സീതയ്ക്ക് സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ അതിനോടൊരു മോഹം തോന്നി. അപ്പോൾ ഭൗതിക സമ്പത്തെല്ലാം ത്യാഗം ചെയ്ത്, ഭൗതിക സുഖങ്ങളെല്ലാം ത്യാഗം ചെയ്ത് തൻ്റെ പതിയുടെ കൂടെ വനവാസത്തിന് വന്ന സീതയ്ക്ക് സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ മോഹം തോന്നി. കാമം, ക്രോധം, മോഹം, ലോപം, അഹങ്കാരം. പഞ്ചവികാരങ്ങളിൽ ഒരു വികാരമാണ് മോഹം. അപ്പം സീതയ്ക്ക് തോന്നിയ ആ ഒരു മോഹം എന്ന വികാരമാണ് ഈ കഥ ഇത്രയും നീളാൻ കാരണം. അല്ലേ? നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ സീതയുടെ ഒരു തെറ്റിൽ നിന്ന് തന്നെയാണ് കഥ ആരംഭിക്കുന്നത്. ബാക്കി അതിനു മുമ്പ് കഥകളെല്ലാം ഉണ്ടെങ്കിലും രാമരാവണ യുദ്ധം അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത് സീതയ്ക്ക് മാനിനോട് മോഹം തോന്നി, അർത്ഥം നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആത്മാക്കളാകുന്ന സീതമാര്, പരമാത്മാവാകുന്ന രാമൻ. ആത്മാക്കളാകുന്ന സീതമാരും പരമാത്മാവാകുന്ന രാമനും. അപ്പൊ പരമാത്മാവാകുന്ന രാമൻ പറയുകയാണ് ആത്മാക്കളായ സീതമാരോട്, ഈ ലോകത്ത് കാണുന്നതൊന്നും അതുപോലെ വിശ്വസിക്കരുത്. അല്ലെ? സീതയോട് രാമൻ പറഞ്ഞല്ലോ, അത് മായയാണ് സീതേ, അത് യഥാർത്ഥമാനല്ല. പക്ഷെ സീത അത് വിശ്വസിച്ചില്ല. രാമൻ പറഞ്ഞത് സീത അനുസരിച്ചില്ല. അതേപോലെ തന്നെയാണ് ഈ കലിയുഗത്തിൽ സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് നമുക്കും, അതായത് നമ്മൾ ആത്മാക്കളാകുന്ന സീതമാർക്ക്, സീത എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആത്മാവിനെ നോക്കിയാൽ അവിടെ സ്ത്രീയുമില്ല പുരുഷനുമില്ല. അപ്പം ആത്മാക്കളാകുന്ന സീതമാർക്ക് സ്വയം ഭഗവാൻ പറഞ്ഞു തരികയാണ്. അതായത് കുട്ടികളെ, ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നതൊന്നും നിലനിൽക്കാത്തതാണ്. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാവാൻ പോകുന്നതാണ്. അതിനോട് മോഹം വയ്ക്കരുത്. പക്ഷെ സീത മോഹം വെച്ചു എന്ന് മാത്രമല്ല, പറഞ്ഞതനുസരിച്ച് രാമൻ എന്ത് ചെയ്തു? മാനിൻ്റെ പുറകെ ഓടി. ലക്ഷ്മണനെ രാമൻ്റെ പുറകെ ഓടിച്ചു. ആ രാമൻ എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട്, അല്ലേ? അങ്ങനെ കഥകളിൽ നിറയെ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലക്ഷ്മണരേഖ വരച്ചു. അങ്ങനെ ലക്ഷ്മണൻ ശ്രീരാമനെ അന്വേഷിച്ച് പോയി. ആ സമയത്താണ് രാവണൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ വരുന്നത്. അല്ലെ? ഭിക്ഷ ചോദിക്കുകയാണ്. ആ ലക്ഷ്മണ രേഖ മറികടക്കുകയാണ്. അതിനർത്ഥം എന്താണ്? എന്താണ് ലക്ഷ്മണ രേഖ? ആദ്യം ലക്ഷ്മണരേഖ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് വന്ന രാവണൻ ആരാണ് എന്നറിയണം. ഇപ്പം രാവണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രാവണന് 10 തലയാണ്. 10 തലയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമോ? 10 തലയുള്ള മനുഷ്യനുണ്ടോ? അതൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ രാവണൻ്റെ 10 തല എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, മോഹം, ലോപം, അഹങ്കാരം, ഈ 5 അവഗുണങ്ങൾ, അസുരീയ സ്വഭാവങ്ങൾ, 5 വികാരങ്ങൾ. ഈ 5 വികാരങ്ങൾ സ്ത്രീക്കും ഉണ്ട്, പുരുഷനും ഉണ്ട്.
ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് രാവണൻ ഉണ്ടാകുന്നത്. അപ്പം രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിൽ കാണുന്നത് പോലെ 10 തലയുള്ള ഒരാളല്ല രാവണൻ ശരിക്കും. പകരം ദുസ്വഭാവങ്ങളെയാണ് രാവണൻ എന്ന് പറയുന്നത്. അസുര രാജാവാണ് രാവണൻ. വേദശാസ്ത്രങ്ങളുടെ പാണ്ഡിത്യം നേടിയ ആളാണ് രാവണൻ. ശിവഭക്തനാണ് രാവണൻ. ചിന്തിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അപ്പം ശിവന്റെ ഭക്തനായിട്ടും വേദശാസ്ത്രങ്ങളുടെ പാണ്ഡിത്യം നേടിയിട്ടും രാവണൻ എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട ഒരാളല്ല. ഇപ്പം നമ്മളെല്ലാവരും രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ശ്രീനാരായണൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്ത് സൂക്ഷിക്കാറുണ്ട് അല്ലേ. ഇപ്പം രാമൻ്റെ സീതയുടെ ഫോട്ടോസൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതിന് മുന്നിൽ നമ്മൾ നാമം ജപിക്കാറുണ്ട്, വിളക്ക് കത്തിക്കാറുണ്ട്. എന്നാൽ രാവണൻ്റെ ചിത്രം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും നാമം ജപിക്കുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാറുണ്ടോ? നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളും ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാണ്? രാവണൻ എല്ലാവരുടെയും ശത്രുവാണ്. കാരണം അസുരന്റെ രാജാവാണ് രാവണൻ. അതുകൊണ്ടാണ് ശിവന്റെ ഭക്തനായിട്ടും വേദശാസ്ത്രങ്ങളുടെ പാണ്ഡിത്യം നേടിയിട്ടും എന്തുകൊണ്ട് അസുരനായിട്ട് അറിയപ്പെടുന്നു രാവണൻ? കാരണം ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ രാവണന്റെ സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം രാവണന്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവണന് പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ രാവണൻ ഒരുപാട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഭയങ്കരമായിട്ട് രാവണൻ റിയാക്ട് ചെയ്യാറുണ്ട്. അതേപോലെ രാവണൻ മനസ്സിൽ പക സൂക്ഷിക്കുന്ന ആളാണ്. എല്ലാവരോടും ഭയങ്കരമായിട്ട് പക കാണിക്കാറുണ്ട് രാവണൻ. അതേപോലെ രാവണന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ വന്നാൽ രാവണൻ ആകെ അസ്വസ്ഥമാകാറുണ്ട്. ഒരാൾക്ക് പോലും അവരോട്, അതായത് രാവണന്റെ രാജ്യത്തിൽ ആർക്കും രാവണനോട് സംസാരിക്കാൻ പേടിയാണ്, മിണ്ടാൻ പേടിയാണ്. നമ്മൾ പണ്ടൊക്കെ രാമായണത്തിലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. എന്തെങ്കിലും രാവണന് പ്രശ്നങ്ങൾ വരുമ്പോൾ രാവണൻ എന്ത് ചെയ്യുന്നറിയോ? അങ്ങോട്ടും ഓടി നടന്നുകൊണ്ടേയിരിക്കും. ആൾ ഭയങ്കര അസ്വസ്ഥനായിരിക്കും. അങ്ങോട്ട് നടക്കുക. രാവണന്റെ സ്വഭാവമാണ് അങ്ങനെയൊക്കെ. രാവണൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടല്ല പ്രവർത്തിക്കുക. അപ്പം തോന്നിയത് അങ്ങ് ചെയ്യും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഇല്ലേ? നമ്മൾ ദേഷ്യപ്പെടാറുണ്ടോ? എത്ര പേരോട് നമ്മളൊരു ദിവസം നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്? നമുക്ക് എത്ര പേരോട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്? നമുക്ക് ആരോടെങ്കിലും പക നമുക്ക് തോന്നുന്നുണ്ടോ? ശരിയായിരിക്കാം, ഒരാൾ ചിലപ്പോൾ നമ്മളെ നേരത്തെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒക്കെ സത്യമായിരിക്കാം. പക്ഷേ നമുക്ക് അവരോട് പകയുണ്ടോ? മനസ്സിൽ പക സൂക്ഷിക്കുന്ന ആളാണോ ഞാൻ? പെട്ടെന്ന് ടെൻഷൻ വരുന്ന ആളാണോ ഞാൻ? ഒന്നും ആലോചിക്കാതെ കണ്ണടച്ചൊരു തീരുമാനം എടുക്കുന്ന ആളാണോ ഞാൻ? അപ്പം തീർച്ചയായിട്ടും അതിനർത്ഥം എന്താണ്? രാവണൻ്റെ ആ സ്വഭാവങ്ങളെല്ലാം എന്നിലുണ്ട് അല്ലേ? അപ്പം രാവണൻ്റെ സ്വഭാവ സംസ്കാരങ്ങൾക്ക് അടിമയാണിന്ന് മനുഷ്യർ. നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഓരോരോ അവഗുണങ്ങൾ. വളരെ പെർസെൻറ്റേജ് കുറവായിരിക്കാം, എല്ലാവരിലും ഒരുപോലെ പെർസെൻറ്റേജ് ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരിലും ഉണ്ടാവും. ഇപ്പോൾ ക്രോധിക്കുന്നത് കാര്യം പറയുവാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ക്രോധിക്കാറില്ല.
എല്ലാവരുടെ ദേഷ്യം ഒരേപോലെയല്ല. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് ശാന്തം. ചിലർക്കാണെങ്കിലോ പെട്ടെന്ന് ദേഷ്യം വരില്ല, വന്നു കഴിഞ്ഞാൽ ജീവൻ വരെ ചിലപ്പോൾ അപകടത്തിലായി നിൽക്കും. അങ്ങനെ പല വിധത്തിലാണല്ലോ ക്രോധം. ആ പഞ്ചവികാരങ്ങൾ സ്ത്രീക്കും പുരുഷനും ഉണ്ടല്ലോ. അപ്പം തീർച്ചയായും പഞ്ചവികാരങ്ങളാകുന്ന ആസുരീയ സ്വഭാവങ്ങളുടെ സിംബലാണ് രാവണൻ. കാമക്രോധ മോഹ ലോഭ അഹങ്കാരത്തിൻ്റെ സിംബലാണ്, അടയാളമാണ് രാവണൻ. രാവണന് തല 10, സ്ത്രീയുടെ 5, പുരുഷൻ്റെ 5. 5 കാമക്രോധ മോഹ ലോഭ അഹങ്കാരം. ഇനിയാണെങ്കിൽ നമുക്കറിയാം, ഈ രാവണൻ്റെ കോലം എല്ലാ വർഷവും എല്ലാവരും കത്തിക്കാറുണ്ട്. 10 തലയുള്ള കോലം എല്ലാം ഉണ്ടാക്കിയിട്ട് കത്തിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദസറയുടെ സമയത്താണല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും രാവണൻ്റെ കോലത്തിൻ്റെ വലിപ്പം കൂടി വരികയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ദസറ സമയത്ത് നമ്മൾ അധികവും പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ പല പേപ്പറുകളിലും ഏറ്റവും ഹൈറ്റ് കൂടുതൽ ആരാണോ രാവണൻ്റെ ഹൈറ്റ് കൂടുതലായിട്ട് ആരാണോ രാവണൻ്റെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഫോട്ടോ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. 10 അടി 12 അടി എന്ന് പറഞ്ഞ ഓരോരോ അളവുണ്ടല്ലോ. അത്രയും വലിയ രാവണൻ്റെ കോലം എല്ലാം ഉണ്ടാക്കിയിട്ട് ഇല്ലേ റോട്ടിൽ കൂടെയൊക്കെ നടത്തുക, അങ്ങനെ ഭയങ്കര ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ കത്തിച്ച് കളയും. രാവണൻ്റെ കോലം കത്തിച്ച് കളയാറുണ്ട്. എല്ലാ വർഷവും രാവണൻ്റെ കോലം കത്തിക്കാറുണ്ട്. പക്ഷെ എല്ലാ വർഷവും രാവണൻ്റെ കോലം കത്തിച്ചാലും രാവണൻ ചത്തുപോകുന്നില്ല, മരിച്ചു പോകുന്നില്ല അല്ലേ? രാവണന് മരണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, രാവണൻ മരിക്കുന്നില്ല ശരിക്കും. കാരണം നമ്മൾ പറയില്ലേ, മരിച്ച ആളെ വീണ്ടും കത്തിക്കുമോ? ഇല്ലല്ലോ. അപ്പം രാവണനെ നമ്മൾ എല്ലാ വർഷവും കത്തിക്കുന്ന അർത്ഥം എന്താ? രാവണൻ മരിച്ചിട്ടില്ല, രാവണൻ മരിക്കുന്നില്ല. അതായത് രാവണൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ അടയാളമാണ്. ഇനി നമ്മൾ പറയുന്നുണ്ടല്ലോ, കഥകളിലും പറയുന്നു, രാവണൻ എന്ന് പറയുന്നത് ലങ്കയിലെ ഒരു രാജാവാണ്. ലങ്ക എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സ്ഥലം, ആ ഒരു ചെറിയൊരു ദ്വീപിന് നമ്മളിപ്പോൾ അത് ദ്വീപാണല്ലോ അല്ലേ, ആ ചെറിയൊരു ലങ്കയിലെ രാജാവാണ് രാവണൻ എന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, ഇന്ന് കലിയുഗം ലങ്കയ്ക്ക് തുല്യമാണ്. ഇന്ന് കലിയുഗമാകുന്ന ലങ്കയിലെ രാജാവാണ് രാവണൻ. ഇവിടെ രാജാവ് രാവണനാണ്, രാമനല്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ അവഗുണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അവഗുണങ്ങൾ പറയില്ലേ, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, മോശ സ്വഭാവമുള്ളവരാണ് നന്നായി പച്ചപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾക്ക് കലിയുഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഈ കലിയുഗമാണ് രാവണൻ്റെ രാജ്യം. അപ്പം ഭഗവാന്റെ കർത്തവ്യം എന്താണ്? ഈ രാവണ രാജ്യത്തിൽ നിന്നും നമ്മളെല്ലാ കുട്ടികളെയും എന്ത് ചെയ്യണം? രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തിയും സുഖവും സ്നേഹവും സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു ലോകമാണ്. സുഖശാന്തിമയമായ ഒരു ലോകമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു ലോകമാണ്. അങ്ങനെയൊരു ലോകത്തിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി നമ്മൾക്ക് അഭ്യാസം തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അഭ്യസിപ്പിക്കുകയാണ്. കാരണം സുഖശാന്തിമയമായ ലോകത്ത് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് എന്ത് വേണം? സുഖശാന്തി ഉണ്ടാവണം. അതായത് ഗുണങ്ങൾ നമ്മളിൽ വേണം. ഗുണങ്ങളുള്ള രാജ്യത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഗുണങ്ങളുള്ളവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മളിലും കുറച്ച് ഗുണം വേണം, എങ്കിലേ നമുക്ക് പോകാൻ സാധിക്കും അല്ലേ? ഗുണങ്ങളുള്ള ആളായിട്ട് നമുക്ക് മാറണം.
അപ്പോൾ ഈ കലിയുഗമാകുന്ന ഈ അവസാന സമയത്ത്, കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് സ്വയം ഭഗവാൻ ആത്മാക്കളാകുന്ന സീതമാരെ പഞ്ചവികാരങ്ങളാകുന്ന രാവണനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ഈശ്വരീയമായ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുക. നമ്മൾ കഥയിൽ കേട്ടിട്ടുണ്ട്, അശോകവനത്തിലാണ് സീതയെ രാവണൻ കൊണ്ടുപോയി വെച്ചത് എന്നാണ് പറയുന്നത് അല്ലേ? രാവണൻ സീതയെ അശോകവനത്തിൽ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അശോകം എന്ന് വെച്ചാൽ എന്താ? ശോകമില്ലാത്തത് എന്നാണ്. പക്ഷെ സീത എന്ന് അശോകവനത്തിൽ പോയോ അന്ന് മുതൽ തുടങ്ങിയതാ സീത കരയാൻ. സീത അശോകവനത്തിൽ ഇരുന്നിട്ട് ഒരിക്കലും ചിരിച്ചിട്ടില്ല, സന്തോഷിച്ചിട്ടില്ല. രാമനെ ഓർമ്മിച്ച് ദുഃഖിക്കുകയാണ് സീത ചെയ്തത്. അപ്പം അതിനർത്ഥം എന്താണ്? സീത അശോകവനത്തിലല്ല പോയത്, ശോകവനത്തിലായിരുന്നു. ശോകം എന്ന് വെച്ചാൽ ദുഃഖം. ഈ ശോകവനം എന്ന് പറയുന്നത് എന്താണ്? കലിയുഗമാണ്. കലിയുഗമാകുന്ന ശോകവനത്തിനുള്ളിലിരുന്ന് ആത്മാക്കളാകുന്ന സീതമാര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കും. ഇന്ന് ഈ ലോകത്ത് 800 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പലതരത്തിൽ ദുഃഖമുണ്ട്. പൈസ നിറയുള്ള ആൾ, ഒരു കോടീശ്വരനാവട്ടെ ലക്ഷപ്രഭു ആവട്ടെ, അവർക്ക് എല്ലാ ഭൗതിക സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു ദുഃഖമാണ് അല്ലേ? ഈ ലോകത്ത് പലതരത്തിൽ ദുഃഖമുണ്ടല്ലോ. ഇനി ശരീരത്തിന് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ ധനമില്ല. എന്ത് ചെയ്യും? എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ മക്കളില്ല. ഇനി എല്ലാം ഉണ്ട്, മക്കളും ഉണ്ട്, ഹസ്ബൻഡുണ്ട്, അച്ഛനമ്മമാരുണ്ട്, പക്ഷെ താമസിക്കാൻ വീടില്ല. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് രാമനെ ഓർത്ത് ദുഃഖിക്കുകയാണ്. അതിനർത്ഥം എന്താണെന്നറിയോ? സീത രാമനെ ഓർത്ത് ദുഃഖിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? സീത ആലോചിച്ചത് ഇതാണ്, രാമൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതാണ് സീത ആലോചിച്ചത്. എന്നാൽ പറയുന്നത് എന്താ? അങ്ങനെയൊക്കെ സംഭവിക്കണം അല്ലേ? ഡ്രാമയിൽ എന്ത് സംഭവിക്കാനുണ്ടോ അതുപോലെ സംഭവിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, യുഗങ്ങൾ 4 അല്ലേ? ഏറ്റവും നല്ല യുഗം കലിയുഗമാണ്. യുഗങ്ങളിൽ ഏറ്റവും നല്ല യുഗം കലിയുഗമാണെന്നാണ് പറയുന്നത്. യുഗങ്ങൾ 4, അതിൽ ഏറ്റവും നല്ല യുഗം കലിയുഗമാണെന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കലിയുഗമാകുന്ന യുഗം, അതായത് ആ 4 യുഗങ്ങളിൽ കലിയുഗമാകുന്ന യുഗം എങ്ങനെയാണ് നല്ലതാവുന്നത്? ഇന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. പഞ്ചതത്വങ്ങൾ മുഴുവൻ ഇന്ന് മനുഷ്യന് ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷി മൃഗാദികൾ, മനുഷ്യനും എല്ലാവരും ദുഃഖങ്ങൾ കൊടുക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഇന്ന് കലിയുഗത്തിൽ ഒരു മനുഷ്യനെ തന്നെ കൊന്ന് വേവിച്ച് തിന്നുന്ന സമ്പ്രദായം വരെ ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, സ്വന്തം പെങ്ങളെ തിരിച്ചറിയുന്നില്ല, സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യൻ്റെയും മാനസികാവസ്ഥ താഴേക്ക് പോയിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം, ഏറ്റവും ദുഃഖം നിറഞ്ഞ ലോകം
ഈ കലിയുഗമാണ്. അതാണ് യുഗങ്ങൾ നാലല്ലോ നല്ലോ കലിയുഗം. ഏറ്റവും നല്ലത് കലിയുഗമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോഴാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത്. അപ്പൊ കലിയുഗം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ കലിയുഗ അവസാനം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കേണ്ട സമയമാണ്. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച് ആസുരീയ സ്വഭാവങ്ങളെ ഇല്ലാതാക്കി ദൈവിക സ്വഭാവങ്ങൾ നമ്മളിൽ നിറയ്ക്കാൻ വേണ്ടി ഭഗവാൻ വരുന്ന സമയവും കലിയുഗത്തിൻ്റെ അവസാനം. അപ്പൊ തീർച്ചയായിട്ടും നല്ലതല്ലേ കലിയുഗം? കാരണം ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന സമയമാണ്. ഭഗവാനുമായിട്ട് നമുക്ക് കൂടിക്കാഴ്ച നടത്താനുള്ള സമയമാണ്. സർവ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കേണ്ട സമയമാണ്. കാരണം ഭഗവാൻ ഭൂമിയിൽ വരുമ്പോൾ, ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ആത്മാക്കളായ മക്കളുടെ ആഗ്രഹങ്ങൾ, ആശകൾ പൂർത്തീകരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 2 ദിവസവും കൂടെ കഴിയുമ്പോൾ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം നമ്മൾ മുറിക്കുന്നു. എല്ലാവരും ഇപ്പോൾ വളരെ തിടുക്കത്തിലായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ബ്രദർ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററെ വീട്ടിൽ മടുത്തു എനിക്ക്. എന്താ, അത്ര ജ്ഞാനം കേൾക്കുന്ന ആളൊന്നും അല്ല, എങ്കിലും ഒരു രാമായണ മാസത്തിൻ്റെ പേരും പറഞ്ഞ് വീട്ടിൽ നോണൊന്നും വാങ്ങിക്കുന്നില്ല, വ്രതാണത്രേ വ്രതം. ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടൊന്നും തിരിച്ചു പറഞ്ഞില്ല. കാരണം ഒന്നും അവിടെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. ഭക്ഷണ രീതി ഇപ്പോൾ പല വീടുകളിലും മാറ്റം ഉണ്ടാവും. ആ പല രീതിയിലുള്ള ഭക്ഷണ പാനീയങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്ന് അല്ലേ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവുമല്ലോ, വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അങ്ങ് മുറിക്കണ്ടേ? അതിനുള്ള തത്രപ്പാടിലായിരിക്കും ഇപ്പം എല്ലാവരും അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മളൊരിക്കലും മുറിക്കാതിരുന്നാൽ വളരെ നല്ലതാണ്. അതിനർത്ഥം ഈ ഒരു രാമായണ മാസത്തിൽ നമ്മുടെ മനസ്സിന് എത്ര ശാന്തി ഉണ്ടായിരുന്നു അല്ലേ? കുറച്ചെങ്കിലും ആ ഒരു ശാന്തിയും സമാധാനവും ഒരല്പമെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ രാമായണ മാസത്തിൽ രാവണന്റെ, അതായത് പഞ്ചവികാരങ്ങളാകുന്ന അസുരീയ സ്വഭാവങ്ങളുടെ മേലാണ് നമ്മൾ ജയിക്കേണ്ടത്. അങ്ങനെ ആസുരീയ സ്വഭാവങ്ങളിൽ ജയിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പൊ ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിൽ കാണുന്ന വ്യക്തിവസ്തു വൈഭവങ്ങളോട് നമുക്ക് മോഹം തോന്നിയാൽ നമ്മളെ ആര് കട്ടുകൊണ്ടുപോകും? രാവണൻ കട്ടുകൊണ്ടുപോകും. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ ആസുരീയ സ്വഭാവങ്ങൾ പ്രവേശിക്കും. ആസുരീയ സ്വഭാവങ്ങളിലൂടെ ശോകവനത്തിലിരുന്ന് നമുക്ക് കരയേണ്ടി വരും. ആ ശോകവനത്തിലിരുന്ന് കരയുന്നതിൽ നിന്ന് ഭഗവാൻ ഇപ്പം നമ്മളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ രാവണന്റെ ശോകവനത്തിലിരുന്ന് കരയാനിട വരുത്തരുത് അല്ലേ? അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. മനസ്സിനെയും കൂടെ, മനസ്സിൻ്റെ വ്രതശുദ്ധിയും നമ്മൾ അനുകരിക്കണം. മനസ്സിനും വ്രതശുദ്ധി വയ്ക്കണം. അപ്പോൾ മാത്രമേ ശോകവനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം?
സന്തോഷമായിട്ട്, അശോകം എന്ന് വെച്ചാൽ ശോകമില്ലാത്തതാണ്. അപ്പം സന്തോഷമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? രാവണൻ്റെ മേൽ ജയിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ചുവട് വയ്ക്കാം. ഓം ശാന്തി.